Welcome to MCQ session for Kerala PSC DME Nursing Officer. So, നമുക്ക് കുറച്ച് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സോ എല്ലാ ദിവസവും ഇതുപോലെ ഉള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ഉണ്ടാകും. അത് അറിയുന്നതിനും കാണുന്നതിനും നിങ്ങളുടെ നോളജ് ഇംപ്രൂവ് ചെയ്യുന്നതിനുമായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. So first question, which of the following is the classic sign of hypoparathyroidism leading to tetany? Okay, so first of all, ഈ hypoparathyroidism എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് പാരാതോർമോൺ അല്ലേ? ഓക്കെ, സോ ഇവിടെ പാരാതോർമോണിന്റെ സെക്രീഷൻ കുറവാണ്. സോ ഇറ്റ് ലീഡ്സ് ടു ഹൈപ്പോപാരാതൈറോയിഡിസം. ഓക്കെ, സോ നമുക്കറിയാം ഈ PTH അല്ലെങ്കിൽ പാരാതൈറോയ്ഡ് ഹോർമോൺ അല്ലെങ്കിൽ പാരാതോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ കാൽസ്യത്തിന്റെ റെഗുലേഷനെ അല്ലെങ്കിൽ കാൽസ്യത്തിനെ നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് ഈ ഒരു പാരാതൈറോയ്ഡ് ഹോർമോൺ ആണ്. അപ്പൊ ഈ ഹൈപ്പോപാരാതൈറോയിഡിസം എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അവിടെ വരുന്ന സൈൻ ആണ് ഹൈപ്പോകാൽസീമിയ. ഓക്കെ, നമ്മുടെ ബ്ലഡിൽ കാൽസ്യത്തിന്റെ ലെവൽ കുറവായിരിക്കും. സോ അതിന്റെ സൈൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ചോയ്സ് എ സ്വോസ്റ്റക് സൈൻ, ചോയ്സ് ബി ടർണർ സൈൻ, ചോയ്സ് ബി ഫ്ലാഗ് സൈൻ, ചോയ്സ് ഡി കുള്ളൻ സൈൻ. ഓക്കെ, സോ ഇവിടെ ഹൈപ്പോപാരാതൈറോയിഡിസത്തിന്റെ സൈൻ ആയിട്ട് പറയുന്നത് സ്വോസ്റ്റക് സൈൻ ആണ്. സോ പ്ലീസ് നോട്ട്, രണ്ട് സൈൻസ് ആണുള്ളത്, ട്രോസർ സൈൻ ആൻഡ് സ്വോസ്റ്റക് സൈൻ. ഓക്കെ, സ്വോസ്റ്റക് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫേഷ്യൽ നെർവ് ടാപ്പ് ചെയ്യുമ്പോൾ അവിടെ ട്വിച്ചിങ് ഓഫ് ദ ഫേഷ്യൽ മസിൽസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഓക്കെ, അതാണ് സ്വോസ്റ്റക് സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് ചോയ്സുകൾ കാണാം. ടർണർ സൈനും കുള്ളൻ സൈനും. ഇറ്റ് ഇസ് എ സൈൻ ഫോർ അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസിന്റെ സൈനാണ് ടർണർ സൈനും കുള്ളൻ സൈനും. ഓക്കെ, ദെൻ ഫ്ലാഗ് സൈൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷനിന്റെ ക്വാഷിയോർക്കർ. ഓക്കെ, ക്വാഷിയോർക്കറും മറാസ്മസും ആണല്ലോ നമ്മുടെ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷന് വരുന്നത്. അതിൻ്റെ അകത്തെ ക്വാഷിയോർക്കറിന്റെ സൈൻ ആണ് ഫ്ലാഗ് സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ആ ഒരു ഹെയറിന്റെ ഡിസ്കളറേഷനെ സൂചിപ്പിക്കുന്ന ആ ഒരു സൈൻ ആണ് ഫ്ലാഗ് സൈൻ. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ക്ലാസിക്കൽ സൈൻ ഓഫ് ഹൈപ്പോപാരാതൈറോയിഡിസം എന്ന് പറയുന്നത് സ്വോസ്റ്റക് സൈൻ ആണ്. അതുപോലെ തന്നെ ട്രോസർ സൈനും ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. Next question, ADH is synthesized in. So ADH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is otherwise known as antidiuretic hormone. അല്ലെങ്കിൽ നമ്മൾ പറയുന്നു വാസോപ്രസിൻ എന്നും പറയും. ഓക്കെ, വാസോപ്രസിൻ അല്ലെങ്കിൽ ആന്റിഡയൂറിറ്റിക് ഹോർമോൺ എന്ന് പറയുന്നു. ഓക്കെ, സോ ഇത് നമുക്കറിയാം, ഇത് സിന്തസൈസ് ചെയ്യുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ്. ഓക്കെ, നമുക്കറിയാം പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ദ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ഓക്കെ, അതിനെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആന്റീരിയർ പിറ്റ്യൂട്ടറിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നു, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നു. സോ ആന്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ, TSH, ഓക്കെ, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ACTH, LH, ഓക്കെ, അങ്ങനെ പോകുന്നു ആന്റീരിയർ പിറ്റ്യൂട്ടറിയുടെ ഹോർമോൺസ് എന്ന് പറയുന്നത്. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഈ പറഞ്ഞ ADH, ഓക്സിറ്റോസിൻ. ഓക്കെ, സോ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ADH ഈസ് സിന്തസൈസ്ഡ് ഇൻ എവിടെയാണ്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ് ADH സിന്തസൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാഷിമോട്ടോസ് ഡിസീസ്. ഹാഷിമോട്ടോസ് ഡിസീസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ചോയ്സ് എ ക്രോണിക് ലിംഫോസൈറ്റിക് തൈറോയിഡൈറ്റിസ്, ചോയ്സ് ബി ഇറ്റ്സ് എ ഫോം ഓഫ് ഹൈപ്പർതൈറോയിഡിസം, ചോയ്സ് സി എ റെയർ ഫോം ഓഫ് ഹൈപ്പോതൈറോയിഡിസം ആൻഡ് ചോയ്സ് ഡി ഡയഗ്നോസ്ഡ് മോർ ഫ്രീക്വൻലി ഇൻ ഏഷ്യൻസ് ആൻഡ് അമേരിക്കൻസ്. സോ ഹാഷിമോട്ടോസ് ഡിസീസ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക, ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് ആണ്. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മുടെ ആ ഒരു എന്താണ് നമ്മുടെ ബോഡീനെ അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, അറ്റാക്ക് ചെയ്യുന്നു, ആ ഒരു പെർട്ടിക്കുലർ ടിഷ്യൂസ് നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യൽ ഓർഗനെ ഫോക്കസ് ചെയ്തിട്ട് അത് ഡിസ്ട്രോയ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത്. സോ ഓഫ് കോഴ്സ് ഈ ഹാഷിമോട്ടോസ് ഡിസീസ് എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹൈപ്പോതൈറോയിഡിസം. ഓക്കെ, ഹൈപ്പോതൈറോയിഡിസവുമായിട്ട് അസോസിയേറ്റഡ് ആണ്. പക്ഷെ ഹാഷിമോട്ടോസ് ഡിസീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫോം ഓഫ് തൈറോയിഡൈറ്റിസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, സോ ഇന്ന് ഈ ഒരു 3 ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, നമുക്ക് പ്രീവിയസ് എക്സാം കേരള PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മൾ എല്ലാ ദിവസവും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ്
ക്ലാസ്സുമായിട്ട് വരും. സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.